സ്വർഗീയ പിതാവേ, നിന്തിരുഹിതം സ്വർഗത്തിലെ പോലെ ഭൂവിലാകണേ. നിൻഹിതം ചെയ്തോനാം നിൻ സുതനെ പോലെ ഇന്നു ഞാൻ വരുന്നേ നിൻഹിതം ചെയ്യാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന പലരിൽ നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ്, ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഒരു രോഗിയാക്കി? ഈ വിധത്തിൽ ചോദിക്കുന്ന മിക്കവരും സമൂഹത്തെയും ദൈവത്തെയും പകയോടെ വീക്ഷിക്കുന്നവർ ആയിരിക്കും. കാരണം ഞാൻ രോഗിയാണ്, എന്നാൽ എന്നെക്കാളിലും പാപപങ്കിലമായ ജീവിതം നയിക്കുന്നവരും ദൈവാരാധനയിൽ പങ്കുചേരാത്തവരും സുഖസമൃദ്ധമായ ജീവിതം നയിക്കുന്നു. ഞാനോ രോഗാവസ്ഥയിൽ കഷ്ടപ്പെടുന്നു. കർത്താവ് എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നില്ല? എന്നാൽ ജീവിത പരാതികളൊന്നുമില്ലാതെ തൻ്റെ രോഗാവസ്ഥയിൽ ദൈവവിശ്വാസത്തിൽ ഉറപ്പോടെ മുൻപോട്ട് പോകുന്ന അനേകരും ഉണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ലൂക്കോസ് 5:12 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ആ വ്യക്തിയെക്കുറിച്ച് സുവിശേഷകൻ പറയുന്നത് കുഷ്ഠം നിറഞ്ഞൊരു മനുഷ്യൻ എന്ന് മാത്രമാണ്. ലൂക്കോസ് 5:12. ഈ മനുഷ്യൻ തൻ്റെ രോഗത്തിൻ്റെ കഠിനമായ അവസ്ഥയിലും കുഷ്ഠരോഗിയായതിനാൽ മറ്റുള്ളവരാൽ വെറുക്കപ്പെട്ടിട്ടും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു. ഈ അവസ്ഥയിൽ നാം ആയിരുന്നുവെങ്കിലോ പിറുപിറുപ്പും കോപവും ഒക്കെ നമ്മിൽ നിന്ന് ഉയരും, അല്ലേ? ഈ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിച്ചു. അവൻ്റെ വിശ്വാസത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഒന്ന്, ജീവൻ നൽകുവാൻ ഒരുക്കമുള്ള വിശ്വാസം. കുഷ്ഠരോഗിയെ സമൂഹമധ്യത്തിൽ വെച്ച് പിടിച്ചാൽ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്ന നിയമം. കാരണം കുഷ്ഠരോഗ നിമിത്തം അവൻ പാളയത്തിന് പുറത്താക്കപ്പെട്ടവനാണ്. ഒരിക്കലും അവൻ സമൂഹമധ്യത്തിൽ വരുവാൻ പാടില്ല. അങ്ങനെയെങ്കിൽ യേശു സൗഖ്യം നൽകുമെന്ന് വിശ്വസിച്ച് കടന്നു വന്നത് തൻ്റെ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ടല്ലേ? വിശ്വാസവീരന്മാരെന്ന് വിളിക്കപ്പെട്ട പഴയ നിയമ വിശ്വാസികളെല്ലാം തന്നെ തങ്ങളുടെ ജീവനെ പണയപ്പെടുത്തിക്കൊണ്ട വിശ്വാസത്തെ വെളിപ്പെടുത്തിയത്. സിംഹക്കുഴിയിൽ എറിയപ്പെട്ട ദാനിയേൽ, തീച്ചൂളയിൽ എറിയപ്പെട്ട ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 യുവാക്കന്മാർ, ഇവർ പറയുന്നത്, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിപ്പാൻ കഴിയും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ സേവിക്കുകയില്ല. വിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ തയ്യാറായ യുവാക്കന്മാർ. കുഷ്ഠരോഗിയായ ഈ മനുഷ്യനും അതേ വിശ്വാസം തന്നെയായിരുന്നു. ഒന്നുകിൽ സൗഖ്യം അല്ലെങ്കിൽ മരണം. വിശ്വാസികൾ എന്നറിയപ്പെടുന്ന നാം ഒരു വഴി അല്ലെങ്കിൽ വേറൊരു വഴിയിൽ കൂടി രക്ഷപ്പെടുവാൻ ഓടുന്നവരല്ലേ? പ്രാർത്ഥനയുണ്ട്, അതേസമയം തന്നെ രാഹു നോക്കുകയും നല്ല നേരം നോക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിനെ വിട്ട് വേറൊരു വഴിയിലേക്ക് തിരിയില്ല എന്ന് പറയുവാനുള്ള വിശ്വാസം നമുക്കുണ്ടാവണം. ജീവിച്ചാലും മരിച്ചാലും ഞാൻ യേശുവിൻ്റേത് എന്ന് പറയുവാനുള്ള വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. 2, ദൈവ ഇഷ്ടത്തിന് കീഴ്പ്പെട്ടുള്ള വിശ്വാസം. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ മിക്കവരിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്ന് പറയുവാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. ഇവിടെ നാം കാണുന്ന കുഷ്ഠരോഗി മരണഭയമില്ലാതെ ദൈവ ഇഷ്ടത്തിന് പൂർണ്ണമായി സമർപ്പിച്ചു.
ഈ മനുഷ്യൻ കർത്താവിൻ്റെ ഇഷ്ടം മാനിക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ടം അന്വേഷിക്കുവാൻ, കർത്താവിന് കീഴ്പ്പെടുവാൻ തയ്യാറായി. ഇവൻ കർത്താവിനോട് പറയുന്നത്, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. അതായത് എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് കഴിയും, എങ്കിലും നിനക്ക് മനസ്സുണ്ടെങ്കിൽ മാത്രം സൗഖ്യം തന്നാൽ മതി. ഇന്നത്തെ പ്രാർത്ഥന തികച്ചും വ്യത്യസ്തമല്ലേ? യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം അവകാശപ്പെടുന്നു. ഇതെനിക്ക് ആവശ്യമാണ്, അതുകൊണ്ട് എനിക്ക് തന്നേ മതിയാവൂ. അതായത് ഇന്നത്തെ പ്രാർത്ഥനയിൽ മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ സൗഖ്യം തന്നേ മതിയാകൂ, എൻ്റെ ഇഷ്ടം നിവർത്തിച്ച് തന്നേ മതിയാവൂ. കർത്താവിൻ്റെ ഇഷ്ടം എനിക്ക് പ്രശ്നമല്ല, എൻ്റെ ഇഷ്ടം നടക്കണം. ദൈവഹിതത്തിന് വില കൽപ്പിക്കുന്നവനായ യഥാർത്ഥ വിശ്വാസി ഇവിടെ കുഷ്ഠരോഗി തനിക്ക് ലഭിക്കേണ്ടുന്ന സൗഖ്യത്തിനായി പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചു. ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് അവനെ തൊട്ടു, അവൻ സൗഖ്യമായി. അതായത് ദൈവ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിൽ കൂടി കുഷ്ഠരോഗി സൗഖ്യമുള്ളവനായി. ഈ വിശ്വാസമാണ് നമുക്ക് ഇന്ന് ആവശ്യം. എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ എന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകട്ടെ. ആമേൻ. ഞാനവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്നു ഞാനറിയുന്നു. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നു മോദമായി. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയനേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണേ.